Our next experiment is installation and configuration of network devices, hub, switch and router. We have already studied about these network devices such as hub, switch, router, gateway, bridges, etc. But in this experiment, we are going to learn how to connect a hub, switch or router in a network. Hub or switch installation. For example, നോക്കാം. There are 6 computer systems. ഒരു 6 കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു നെറ്റ്വർക്ക് ചെയ്യണം. അപ്പോൾ ഈ 6 കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിന് നമ്മളൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ 6 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഷുഡ് ബി എ സെൻട്രൽ നെറ്റ്വർക്ക് ഡിവൈസ് അല്ലേ. ഒരു സെൻട്രൽ ഭാഗത്ത് ഒരു നെറ്റ്വർക്ക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ നെറ്റ്വർക്ക് ഡിവൈസ്? ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യാം ഈ ഒരു ലാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. നമുക്ക് ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഡീലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ സ്വിച്ചാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പോർട്സ് കാണാം. അതിൽ എത്ര പോർട്സ് ഉണ്ട്? ദെർ ആർ 24 പോർട്സ് അല്ലേ. 24 പോർട്സ് ഉണ്ട്. അപ്പോൾ 24 ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ഇവിടെ 6 കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 6 പോർട്സ് മതി. അപ്പോൾ ഏതെങ്കിലും ഒരു 6 പോർട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എന്താണ് വേണ്ടത്? ഇത് തമ്മിൽ കണക്ട് ചെയ്യണം അല്ലേ. കണക്ട് ചെയ്യാൻ ദ ഷുഡ് ബി എ മീഡിയ. അപ്പോൾ മീഡിയ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഏതാ? കേബിൾസാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾസാണ്. അപ്പോൾ നമ്മൾ ക്രിമ്പിംഗ് ഒക്കെ പഠിച്ചു. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, സ്ട്രെയിറ്റ് ത്രൂ ഉണ്ട്, ക്രോസ് ഓവറും ഉണ്ട്. നമ്മൾ ഇവിടെ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്? അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. ഈ 6 കമ്പ്യൂട്ടേഴ്സിനും സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഏത് ടൈപ്പ് കേബിളാണ് യൂസ് ചെയ്യാം? സ്ട്രെയിറ്റ് ത്രൂ ഓർ ക്രോസ് ഓവർ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ത്രൂ ആണ് അല്ലേ. കാരണം എന്താ? ഡിസിമിലർ ഡിവൈസാണ് അല്ലേ. കമ്പ്യൂട്ടറിൽ നിന്ന് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെയിറ്റ് ത്രൂ കേബിളാണ് യൂസ് ചെയ്യുക. ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്ന് സ്വിച്ചിലേക്കോ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 6 സ്ട്രെയിറ്റ് ത്രൂ കേബിൾസ് വേണം. ഇനി നമ്മളത് കണക്ട് ചെയ്യുന്നത് അല്ലേ, ഈ സ്വിച്ചിൽ പോർട്സ് ഉണ്ട്, RJ45 കണക്ടർ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യും. മറ്റേ എൻ്റെ ഇവിടെ കണക്ട് ചെയ്യുക കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ RJ45 ജാക്ക് ഉണ്ടാവും അല്ലേ, കണക്ടർ ഉണ്ടാവും. ആ കണക്ടറിലേക്കാണ് നമ്മൾ ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുക. അപ്പോൾ ആ കണക്ടർ നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ പഠിച്ചു. അത് കമ്പ്യൂട്ടേഴ്സിൽ, പുതിയ കമ്പ്യൂട്ടേഴ്സിലൊക്കെ മദർ ബോർഡിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ലാപ്ടോപ്സിലും അതേപോലെ നിങ്ങൾക്ക് ആ ഒരു അഡാപ്റ്റർ കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ ഈ ഒരു പോർട്ട് ഇല്ലെങ്കിൽ, ഇൻബിൽട്ടായിട്ട് RJ45 കണക്ടർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു നെറ്റ്വർക്ക് കാർഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അതാണ് പഠിച്ചത്. കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കേബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. 6 കമ്പ്യൂട്ടേഴ്സിനും നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ 6 കേബിൾസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ലാൻ സെറ്റപ്പായി. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലാണ് ഉള്ളത്. ഈ 6 കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു നെറ്റ്വർക്കിലാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. ഓരോ സിസ്റ്റംസിനും ഓരോ പേര് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു അഡ്രസ്സ് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് IP അഡ്രസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളായിട്ട് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക, 192.168.1.1. അപ്പോൾ അതാണ് അതിൻ്റെ IP അഡ്രസ്സ്. ആ സിസ്റ്റത്തിന് IP അഡ്രസ്സ് ഇത് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്നതുമുണ്ട്. പിന്നെ ആ ഫസ്റ്റത്തെ സിസ്റ്റത്തിന് നമ്മൾ 192.168.1.1 ആണ് കൊടുത്തതെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിന് നമ്മൾ കൊടുത്തത് 192.168.1.2 ആണ് കൊടുത്തത്.
അപ്പോൾ സെയിം IP നമ്മൾ കൊടുക്കില്ല. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ റോൾ നമ്പർ അസൈൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ റോൾ നമ്പർ തരുന്നില്ലേ, അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ തരുന്നില്ലേ, അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്കിൽ ആ സിസ്റ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ IP അഡ്രസ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ IP അഡ്രസ്സ് എങ്ങനെയാണ് അത് IP അഡ്രസ്സ് എങ്ങനെയാണ് അസൈൻ ചെയ്യുക, IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതൊക്കെ നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൗട്ടർ ഇൻസ്റ്റലേഷൻ. അപ്പോൾ നമുക്കറിയാം റൗട്ടർ എന്താണെന്നുള്ളത് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ റൗട്ടർ എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഇമേജ് ഇവിടെ കാണാം. അപ്പോൾ അതിൽ ആ ബ്ലാക്ക് കളറിൽ കാണുന്ന ഡിവൈസാണ് റൗട്ടർ. ഇപ്പോൾ റൗട്ടറിൽ രണ്ട് സൈഡിൽ രണ്ട് ആൻറ്റിന കാണാം. പിന്നെ അതുകൂടാതെ കുറേ പോർട്സ്, പിന്നിൽ കുറേ പോർട്സ് കാണാം. അപ്പോൾ ഈ ആൻറ്റിന എന്തിനാണെന്ന് വെച്ചാൽ വയർലെസ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പോർട്ടുകൾ, പിന്നിലുള്ള പോർട്ടുകൾ, ഈ പോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവൈസസ്, അതായത് കമ്പ്യൂട്ടേഴ്സൊക്കെ വയേർഡായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഈ പോർട്സിലായി 5 പോർട്ടുകൾ കാണാം. അതിൽ ഒന്ന് റെഡ് കളറിലും ബാക്കിയുള്ളത് യെല്ലോ കളറിലും, 4 പോർട്ട് യെല്ലോ കളറിലാണുള്ളത്. അപ്പോൾ ഈ യെല്ലോ കളർ പോർട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റംസ് കണക്ട് ചെയ്യാം, വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ആ പോർട്ടുകൾ ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന 3 കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഈ 3 കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഓഫീസിലുള്ള കമ്പ്യൂട്ടേഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു റൗട്ടറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പിന്നിൽ 4 പോർട്ട് ഉണ്ടായിരുന്നു, യെല്ലോ പോർട്ട്സ്. അതിൽ നമുക്ക് 3 എണ്ണത്തിൽ നമ്മൾ ഈ 3 സിസ്റ്റംസ് കണക്ട് ചെയ്തു. അപ്പോൾ ഇതെന്തായി, ഇതൊരു ലാനായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ട് 6 സിസ്റ്റംസ് കണക്ട് ചെയ്തില്ലേ, അതേ രീതിയിൽ ഈ 3 സിസ്റ്റംസ് ഒരു ലാനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ റെഡ് പോർട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ പുറത്തേക്ക് വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക്, അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റെഡ് പോർട്ടിൽ നിന്ന് ഒരു കേബിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മോഡത്തിലേക്ക് കണക്ട് ചെയ്യും. ഏത് മോഡം, നമ്മളെ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ആരാണോ എന്ന് വെച്ചാൽ അവരുടെ മോഡത്തിലേക്ക്. ഇപ്പോൾ ജിയോ ആണെങ്കിൽ ജിയോ, അല്ലെങ്കിൽ BSNL ആണെങ്കിൽ BSNL, അവരുടെ മോഡത്തിലേക്കാണ് ആ കണക്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇവിടെ നെറ്റ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ലാനിലേക്ക്, ചെറിയ ലാനിലേക്ക് നെറ്റ് കണക്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ 3 സിസ്റ്റംസിലും നമുക്ക് നെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് റൗട്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞു ആൻറ്റിന ഉണ്ട് ഇതിൽ. ഇപ്പോൾ റൗട്ടറൊക്കെ നമുക്ക് വയർലെസ് റൗട്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള വയർലെസ് ഡിവൈസസ് കണക്ട് ചെയ്യാം. മൊബൈൽ, അതുപോലെ ടാബ്ലറ്റ്സ്, ലാപ്ടോപ്സ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വയർലെസ് ആയിട്ടും ഈ രീതിയിൽ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ഡിവൈസുകൾ ഈ രീതിയിൽ റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൗട്ടറിൽ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഡിവൈസസിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഒരു 4 സിസ്റ്റംസ് അത് വേറെ റൂമിൽ, അതായത് നമ്മൾ പ്രിൻസിപ്പൽ റൂമിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 4 സിസ്റ്റംസും കൂടി നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ സിസ്റ്റംസ് കണക്ട് ചെയ്യാനുള്ള 4 പോർട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ, യെല്ലോ കളർ പോർട്ട് 4 പോർട്ടുകൾ, അതിൽ 3 എണ്ണം ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരൊറ്റ പോർട്ടേ ഉള്ളൂ. ഈ ഒരൊറ്റ പോർട്ടിലേക്ക് നമുക്ക് ഈ 4 സിസ്റ്റംസ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ കണക്ട് ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആ 4 സിസ്റ്റംസും കൂടി ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ആ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ വേക്കൻ്റായി കിടക്കുന്ന ഈ യെല്ലോ കളർ പോർട്ടിലേക്ക് കൊടുത്താൽ പോരെ? ഓക്കെ, നോക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ 4, 5, 6, 7 ഈ 4 സിസ്റ്റംസ്, സിസ്റ്റം നമ്പർ 4, 5, 6, 7 ഈ 4 സിസ്റ്റംസും കൂടി ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് എവിടെ കൊടുത്തു, സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, റൗട്ടറിലേക്ക് അല്ലേ, റൗട്ടറിൽ വേക്കൻ്റായി കിടക്കുന്ന ആ യെല്ലോ പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി, ഇതെല്ലാം തമ്മിൽ കണക്ഷനായി.
അപ്പോൾ ഈ ഒരു 4 സിസ്റ്റംസ് അതും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ലാനുകൾ ചെറിയ ചെറിയ ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ, അതായത് ഹബ്ബ് സ്വിച്ചൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റൗട്ടർ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.